ഈ ചേഞ്ചിങ് നെറേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സംസാരം പദ്ധതി ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഈ മാധ്യമങ്ങൾ ഓരോ ആത്മഹത്യാ വാർത്തയെയും സമീപിക്കുന്ന രീതിയെക്കുറിച്ച് വിമർശനങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് അവെയറല്ല. അതുപോലെ തന്നെ പലപ്പോഴും ആത്മഹത്യ ചെയ്തവരെ വീണ്ടും അവരുടെ കുടുംബത്തെയും അവരുടെ സൊസൈറ്റിയൊക്കെ വീണ്ടും ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി മാധ്യമങ്ങൾ സ്വീകരിച്ച് കാണുന്നൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകരോട് എങ്ങനെ ഒരു ആത്മഹത്യയെ സമീപിക്കണം എന്നുള്ളത് കൃത്യമായ ഗൈഡ് ലൈൻ WHO ആണല്ലോ ലോകാരോഗ്യ സംഘടന, അതിൻ്റെ പരമാധികാര ബോഡി എന്ന് WHO ഉണ്ട്. പിന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ PCIയുടെ നിർദ്ദേശമുണ്ട്, ഇങ്ങനെ ഒരു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാവോ, റെസ്പോൺസിബിൾ മീഡിയ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അത് പഠിപ്പിക്കണമെന്നും അത് ശീലിക്കണമെന്നും പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ പത്രപ്രവർത്തകരിൽ അധികം പേരും നമ്മളെപ്പോഴും വിമർശിക്കാറുള്ളതാണ്, നമ്മളെടുക്കുന്ന എല്ലാ പണികളും അസ്ഥാനത്താക്കുന്ന രീതിയിലാണ് പത്രവാർത്തകളൊക്കെ വരാറുള്ളത്. ചിലപ്പം പരീക്ഷയിൽ തോറ്റതിന് കുട്ടി ആത്മഹത്യ ചെയ്തു, പരീക്ഷയിൽ തോറ്റതായിരിക്കില്ല, ഒരു സിംഗിൾ റീസണിലേക്ക്, അല്ലെങ്കിൽ കറുത്തുപോയതിന് ആത്മഹത്യ ചെയ്തു, പിന്നെ കാമുകൻ ഇട്ടേച്ച് പോയതിന് ആത്മഹത്യ ചെയ്തു, അങ്ങനെ തുടങ്ങി ഒറ്റ കാരണത്തിലേക്ക് നമ്മളിതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാറുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കാരണത്തിലേക്ക് ലിമിറ്റ് ചെയ്ത് വാർത്ത കൊടുക്കരുത് എന്ന് WHO പറയുന്നുണ്ട്, PCIയും പറയുന്നുണ്ട്. WHO 2014 എൻ്റെ ഓർമ്മ ആദ്യമായി ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് ഗൈഡ് ലൈൻസ് പബ്ലിഷ് ചെയ്യുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ PCI 2019 നമ്മുടെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മുടെ പത്രപ്രവർത്തകർക്ക് ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ സിംഗിൾ റീസണിലേക്ക് ആത്മഹത്യയെ ചുരുക്കരുത്, ആത്മഹത്യ ചെയ്ത മെത്തേഡുകളെ കുറിച്ച് പറയരുത്, ആത്മഹത്യ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കരുത്, സമയം പറയരുത്, സ്ഥലം മെൻഷൻ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പത്രക്കാർ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും കൊടുക്കും, അവരുടെ ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ഈ ആത്മഹത്യ ചെയ്ത ആളുടെ ആത്മഹത്യാ കുറിപ്പ്, അയാളുടെ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ, ഇതൊന്നും കൊടുക്കരുത്, വീഡിയോ ഫുട്ടേജ് കൊടുക്കരുത് എന്നൊക്കെ കൃത്യമായി റിട്ടൺ ആയിട്ട് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ആളുകൾ അറിഞ്ഞോ അറിയാതെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം വരുന്നുള്ളൂ. അതവർ ഫോളോ ചെയ്യണമെന്നാണ് ഒരു സൈക്കോളജി പ്രൊഫഷണൽ, മെൻ്റൽ ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ചും സൂയിസൈഡ് മേഖലയിൽ, പ്രിവെൻഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കും പറയാനുള്ളത്. ഒരു നിർദ്ദേശം ആ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരും, മുതിർന്ന മാധ്യമപ്രവർത്തകർ, അതുപോലെ തന്നെ പുതിയ ഈ ജേർണലിസം പഠിപ്പിക്കുന്ന ആളുകൾ, സിലബസ് ഉണ്ടാക്കുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ ഇപ്പം ജോലിയിൽ ചെയ്ത് കൊണ്ടിരിക്കുന്നവർക്കുള്ള നിർദ്ദേശം ഒരു പോളിസി ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നും, അതേപോലെ അവരുടെ സിലബസിൽ അതൊരു പ്രധാന ഭാഗമായി കൊണ്ടുവരണമെന്നും, ഇത് നോക്കാൻ, ഇതിപ്പോൾ ഒരു നിർദ്ദേശമായിട്ടല്ലേ നിൽക്കുന്നുള്ളൂ, ഇത് തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം തന്നെ ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ സജഷൻ ഉള്ളത്. കോപ്പി കാറ്റ് സൂയിസൈഡ് എന്ന് അതിനെ പറയാം. മാധ്യമങ്ങളിൽ കൊടുക്കുന്ന വാർത്തകൾ ഇറസ്പോൺസിബിളായ രീതിയിൽ കൊടുത്താൽ അതിന് ഇഫക്റ്റ് ഉണ്ട് സൊസൈറ്റിയിൽ. മാധ്യമത്തിൽ ഓരോ വാർത്തകൾക്കും നമുക്കറിയുന്ന ഓരോ വിധത്തിനും നമ്മുടെ ലൈഫിൽ ഇഫക്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ഒരു ഇഫക്റ്റ് ഉണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നൊരു വാക്കാണ് വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്ന വാക്ക്. വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, വെർദർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ശേഷം വെർദർ ആത്മഹത്യ ചെയ്യുകയാണ്. സോറോ ഓഫ് യങ് മാൻ എന്ന് പറയുന്ന ഗേതയുടെ പുസ്തകത്തിലുള്ള വെർദർ എന്ന് പറയുന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്തു. ആ പുസ്തകം പബ്ലിഷ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പുസ്തകം വായിച്ച കുറേ ആളുകൾ, സമാന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ ആളുകൾ അതേപോലെ വേഷം ധരിക്കുകയും അതേപോലെ പെരുമാറുകയും അതേപോലെ തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം വന്നതാണ് വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് മാധ്യമങ്ങൾ കാലങ്ങളായി ചർച്ച ചെയ്തിട്ട് പോലും പലർക്കും അത് അവെയറല്ല, അവബോധമില്ല എന്നുള്ളതാണ് നിരാശ. ഇതേ പ്രകാരം തന്നെ ഇനി പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട്. മാധ്യമങ്ങൾ റെസ്പോൺസിബിളായി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ആത്മഹത്യാ വാർത്തയുടെ താഴെ എവിടെയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചികിത്സ കിട്ടുന്നത്, ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട്, ടോൾ ഫ്രീ നമ്പറുകൾ, നമ്മുടെ ടെലിമാനസ് പോലെയുള്ള നമ്പറുകളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് സ്വീകരിക്കണേ, ആത്മഹത്യ ചെയ്യരുത് എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ പാപ്പോജിനോ ഇഫക്റ്റ് എന്ന് പറയും. പാപ്പോജിനോയും ഒരു കഥാപാത്രമാണ്. പാപ്പോജിനോ ഇഫക്റ്റും ഉണ്ട്, അത് പോസിറ്റീവാണ്. നമ്മളതാണ് ആഗ്രഹിക്കുന്നത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്.